ക്രിസ്റ്റീന ഈ പറഞ്ഞ പോലെ ഒരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം നമുക്ക് ഡോർ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ കൊതുക് കയറും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരുതരം പൊള്ളലാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പാലക്കാട് 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 36 മുകളിലാണ് എല്ലാ ജില്ലകളിലും ചൂടും അതിൻ്റെ ഡിഗ്രിയും ഒക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ പറയുന്ന യെല്ലോ അലേർട്ട്, അതുപോലെ തന്നെ റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചൂടിൽ യെല്ലോ അലേർട്ടാണ്. ഇന്നിപ്പോൾ 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. കാരണം ആ ഒരു 11 മണി മുതലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നീട് സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത അത്രത്തോളം കൂടുതൽ എന്നുള്ളത് കൂടിയാണ് ഈ യെല്ലോ അലേർട്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് വയനാടും ഇടുക്കി ഒഴിച്ചുള്ള മറ്റെല്ലാ ജില്ലകളിലും അതാണ് സാഹചര്യം. ഞാൻ നിൽക്കുന്നത് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കാൻ വരുന്ന സ്ഥലമാണ്. അവരുടെ നടത്തത്തിന്റെ തോതൊക്കെ കുറച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം വെയിലാണ്. 11 മണിയോ 10 മണിയോ ഒന്നും ആവണ്ട, രാവിലെ 7 മണി മുതൽ തന്നെ നല്ല വെയിലാണ് ഇപ്പോൾ എല്ലായിടത്തും. നമുക്ക് അറിയാം. എങ്ങനെയുണ്ട് ചൂട്? നടത്തം ക്ഷീണിച്ചോ? നല്ല ചൂടാ, ക്ഷീണം, നല്ല ക്ഷീണമുണ്ട്. നടത്തത്തിന്റെ ഒരു റൗണ്ട് കുറച്ചോ? ഇല്ല, ഞാൻ ഡെയിലി ജിമ്മിൽ പോകണതാണ്. പിന്നെ ഇവിടെ വാക്കറൂ എന്ന് പറഞ്ഞ സംഭവം രാവിലെ നടക്കണ്ടായിരുന്നു, അതിന് വേണ്ടി വന്ന. ഇങ്ങനെ ഇത്രയൊരു ചൂട് പ്രതീക്ഷിക്കുന്നില്ലല്ലേ? ഇല്ല, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാ. വേർത്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് വെള്ളമാവാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വേർത്ത് കുളിച്ചു. അതെ, പറ്റുന്നില്ല, പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അത് നല്ല ചൂടാ. ഇതുപോലെ ചൂട് പ്രതീക്ഷിച്ചിട്ടില്ല. അതെ. അപ്പൊ രാത്രിയൊക്കെ എങ്ങനെയാ ഉറങ്ങാനൊക്കെ അതിന് സാധിക്കുന്നുണ്ടോ? ഫാൻ ഇല്ലാണ്ട് ഉറങ്ങൽ നടക്കില്ല. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നാമത് കൊതുകും കൂടെ അല്ലേ, പ്രശ്നമാണ് മൊത്തത്തില്. ഇതാണ് ആഷ്മി. പക്ഷേ ഈ വൈദ്യുതിയുടെ കാര്യങ്ങൾ കൂടി പറയണം. ഇന്നിപ്പോൾ പെരുമ്പാവൂരിൽ ഒരു ട്രാൻസ്ഫോമറിന് തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം ഈ ചൂട് കൂടി അതിന്റെ ഉള്ളിലെ ഓയിലിന് ചൂട് കൂടിയതായിരിക്കാം ഒരു കാരണം എന്നുള്ളതാണ് ആ ഒരു പ്രാഥമിക നിഗമനം. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം അതിന്റെ ഒരു ലിമിറ്റിന്റെ ഏറ്റവും എൻഡിലേക്ക് വരെ എത്തുകയാണ് ഈ ട്രാൻസ്ഫോമറിന്റെയൊക്കെ. അപ്പൊ അതുകൊണ്ടുകൂടി ആയിരിക്കാം അത് ചൂട് കൂടി അത് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് എന്നുള്ളത് കൂടി ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെ നമ്മോട് അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഹോട്ടലുകളെ സംബന്ധിച്ചിട്ടാണ്. കാരണം അവിടെയൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ വിറകടുപ്പാണ്. ഈ വിറകടുപ്പിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. കാരണം അത്രത്തോളം ചൂടാണ്. ഈ ഒരു പുറത്തുള്ള ഈ ചൂടിന് പുറമേ തന്നെ ഈ തീ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹോട്ടലുകൾ അടയ്ക്കുന്നു. കാരണം വിറക് കിട്ടിയാലും ഈ തീയടുപ്പിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏട്ടാ, എങ്ങനെയുണ്ട്? ചൂടാണ് പ്രശ്നം അല്ലേ? നല്ല ചൂടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നടത്തത്തെയൊക്കെ ബാധിച്ചോ? നടത്തത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധിക്കണം അല്ലേ? വെള്ളം ഓവറായിട്ട് കുടിക്കാനും വെള്ളം. അപ്പൊ എന്താ ജോലിക്കൊക്കെ പോകുമ്പോ എങ്ങനെയാ? ജോലിക്ക് ഇടവേളയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ദാഹം അധികം തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്ര വെള്ളം കുടിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല. ദാഹം തോന്നുകയും ചെയ്യുന്നുണ്ട്. വെള്ളം മുഴുവൻ ആവിയായി പോവുകയും ചെയ്യാണ് കേട്ടോ. ഇത്ര വെള്ളം കുടിച്ചാലും കാര്യമായിട്ട് മൂത്തൊഴിക്കുന്നൊന്നുമില്ല. ആ പ്രശ്നത്തുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വിപിൻ സി വിജയനും ഷാരിഖും ഉൾപ്പെടെ നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ റിപ്പോർട്ടേഴ്സും നമുക്കറിയാം അവരുടെ ഒരു പ്രതിസന്ധി. ഈ വെയിലത്ത് അവരുടെ ജോലി അവർക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതേസമയം ശ്രദ്ധ പാലിക്കുക, അതുപോലെ തന്നെ വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന മൊത്തം ആൾക്കാർ.